ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതുവരെ ഈ ചാനൽ ചെയ്തിട്ടില്ലാത്ത ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കേട്ടോ കാണിക്കുന്നത്. 4 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അളവാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ തുണി ഞാനിവിടെ ക്രേപ്പ് മെറ്റീരിയലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് 1 മീറ്റർ എടുത്തിട്ടുണ്ട്. പിന്നെ സാറ്റിൻ ക്ലോത്ത് എടുത്തിട്ടുണ്ട്, അതും 1 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. അതുകൂടാതെ ലൈനിങ് എടുത്തിട്ടുണ്ട്, കോട്ടൺ ലൈനിങ് ആണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് കോട്ടൺ തുണി വെച്ചിട്ടും ഈ ഒരു ഫ്രോക്ക് തയ്ക്കാം കേട്ടോ. കോട്ടൺ തുണി വെച്ചിട്ട് തയ്ക്കുമ്പോൾ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആദ്യം ഞാനിവിടെ ബോഡി പാർട്ടിലേക്കുള്ള ലൈനിങ് ആണ് കട്ട് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് തുണി ഇതുപോലെ ആദ്യം 2ആയിട്ട് മടക്കുക, എന്നിട്ട് ഒന്നും കൂടി ഇങ്ങനെ മടക്കി കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ ക്ലോസ്ഡ് ആയിട്ടുള്ള സൈഡ് നമ്മുടെ സൈഡിലേക്ക് വെച്ച് കൊടുക്കുക, 4ആയിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് നീളവും വീതിയും, ബോഡി പാർട്ടിൻ്റെ നീളവും വീതിയും എത്രയാണോ വേണ്ടത് മാർക്ക് ചെയ്ത് കൊടുക്കണം. 10 ഇഞ്ച് നീളമാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ വീതിയാണ് കേട്ടോ മാർക്ക് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 3 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് നെക്ക് നമുക്ക് ഏത് ഡിസൈനാണോ വേണ്ടത് ആ ഒരു ഡിസൈൻ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഫ്രണ്ടിൽ റൗണ്ട് നെക്കാണ് കേട്ടോ കൊടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് ബാക്ക് നെക്ക് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ബാക്ക് നെക്ക് 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ബാക്കിലും നെക്ക് റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കണം. 2.5 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് കൈക്കുഴി മാർക്ക് ചെയ്യാം. 4.5 ഇഞ്ച് വേണം കൈക്കുഴി മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇവിടുന്ന് 1 ഇഞ്ച് ഇങ്ങനെ മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ റൗണ്ടായിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി ചെസ്റ്റിൻ്റെ വീതിയാണ് മാർക്ക് ചെയ്യുന്നത്. 6.5 ഇഞ്ച് മാർക്ക് ചെയ്തു. 1.5 ഇഞ്ചാണ് ഞാനിവിടെ തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. വേസ്റ്റ് സൈഡിൽ 6 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തയ്യൽ തുമ്പ് നിങ്ങൾക്ക് വേണ്ടതുപോലെ എടുക്കാവുന്നതാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് നെക്കൊന്ന് ആദ്യം കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ആദ്യം ബാക്ക് നെക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ നമ്മൾ അളവ് മാർക്ക് ചെയ്തതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൽ നിന്നും ബാക്ക് പീസ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് നെക്ക് ഇതുപോലെ റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ബോഡി പാർട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള നല്ല തുണിയാണ് കേട്ടോ കട്ട് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ ആദ്യം ഞാൻ ഇതുപോലെ ഒന്ന് ഈ ഒരു പീസൊന്ന് നിവർത്തിയെടുക്കുകയാണ്. അതിന് ശേഷം ഡിസൈൻ നോക്കിയിട്ടാണ് കേട്ടോ മടക്കി കൊടുക്കുന്നത്. ഇതുപോലെ ആദ്യം 2ആയിട്ട് മടക്കി, എന്നിട്ട് ഒന്നും കൂടി ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ 4ആയിട്ട് മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്ത ലൈനിങ് പീസ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ സെയിം അളവിൽ ബോഡി പാർട്ടിലേക്കുള്ള നല്ല തുണി കട്ട് ചെയ്തെടുക്കുക. ഇനി ഞാനിവിടെ സ്കേർട്ട് പാർട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള തുണിയാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ഇത് സാറ്റിൻ മെറ്റീരിയലാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇതിൻ്റെ വീതി നീളമൊക്കെ ഒന്ന് കാണിച്ചു തരാം. 40 ഇഞ്ചാണ് ഇതിൻ്റെ നീളം വരുന്നത്. 2ആയിട്ട് മടക്കിയതിന് ശേഷം 21.5 ഇഞ്ച് വീതി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഓൾറെഡി ഇതുപോലെ 2ആയിട്ട് മടക്കിയിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇനി ഒന്നും കൂടി നമുക്കൊന്ന് മടക്കി കൊടുക്കണം. അങ്ങനെ ടോട്ടൽ 4ആയിട്ട് വീതിയും നീളവുമൊക്കെ ഏത് രീതിയിൽ മടക്കിയാലാണ് കറക്റ്റായിട്ട് കിട്ടുന്നതെന്ന് നോക്കിയിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് 4ആയിട്ട് മടക്കി കൊടുക്കുക. ഇങ്ങനെ കറക്റ്റായിട്ട് മടക്കി വെച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ലൈനിങ് എടുത്തിട്ട് ഇത് ഈ ഒരു സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് വേസ്റ്റ് വെടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ വേസ്റ്റ് വെടുത്ത് മാർക്ക് ചെയ്യുമ്പോൾ തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു സൈഡ് 3.5 ഇഞ്ചാണ് കിട്ടുന്നത്. ആ 3.5 ഇഞ്ച് ഇതുപോലെ റൗണ്ടായിട്ട് വേണം മാർക്ക് ചെയ്ത് എടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലെ താഴത്തേക്ക് എത്രയാണോ ഈ ഒരു ഫ്രോക്കിൻ്റെ ലെങ്ത്ത് വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്ത് എടുക്കണം. ഫുൾ ലെങ്ത്തിലാണ് വേണ്ടെങ്കിൽ കുറച്ചും കൂടി നമ്മൾ തുണി കൂടുതൽ എടുക്കുക. അപ്പോൾ ഞാനിവിടെ 18 ഇഞ്ചാണ് കേട്ടോ ലെങ്ത്ത് കൊടുക്കുന്നത്. ഇതുപോലെ റൗണ്ടായിട്ട് നമ്മൾ വേസ്റ്റ് എടുത്ത് മാർക്ക് ചെയ്ത് അവിടെ നിന്നും ഇതുപോലെ റൗണ്ടായിട്ട് 18 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. മാർക്കിങ്ങിലൂടെ കറക്റ്റായിട്ട് വേണം കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെക്കാനുള്ള മറ്റേ ബോഡി പാർട്ടിന് നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഒരു പീസ് എടുക്കാം. എന്നിട്ട് ഈ ഒരു പീസിനെ ഇതുപോലെ ഒരു സൈഡിൽ നിന്നും ഞാനിപ്പോൾ 4ആയിട്ട് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് ഞാനിപ്പോൾ 25 ഇഞ്ച് വരുന്ന രീതിയിലാണ് കേട്ടോ മടക്കി കൊടുക്കുന്നത്. അപ്പോൾ രണ്ടായിട്ടാണ് ഇത് മടക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതുപോലെ ഒന്നും കൂടി ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ. ഇങ്ങനെ കറക്റ്റായിട്ട് 4 വരുന്ന രീതിയിൽ മടക്കി കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 14.5 ഇഞ്ചാണ്. രണ്ട് സൈഡിലേക്കും 14.5 ഇഞ്ച് വരുന്ന രീതിയിലാണ് മടക്കിയിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഈ ഒരു വേസ്റ്റ് വിഡ്ത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത സ്കേർട്ട് പാർട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് വേസ്റ്റ് വിഡ്ത്ത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് ഇത് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് മാർക്ക് ചെയ്യാം. 10 ഇഞ്ച് ഞാനിപ്പോൾ രണ്ട് സൈഡിലേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് സ്കെയിൽ വെച്ചിട്ട് അത് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ചെറിയ പീസ് എടുത്തിട്ടുണ്ട് വള്ളിക്ക് വേണ്ടിയിട്ട്. 19 ഇഞ്ച് നീളവും 2 ഇഞ്ച് വീതിയുമാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ഫ്രോക്കിന് വേണ്ടിയിട്ടുള്ള കട്ടിങ് ഇത്രയുമാണ്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നല്ല തുണിയുടെ നല്ല വശത്തേക്ക് ലൈനിങ് പീസിൻ്റെ നല്ല വശം ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുക. വെച്ചിട്ട് നമുക്ക് 1/4 ഇഞ്ച് വിട്ടിട്ട് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് ഫ്രണ്ട് പീസാണ് കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് 1/4 ഇഞ്ച് വിട്ടിട്ട് തയ്ക്കണം. കുഴിയും അതേപോലെ തന്നെ 1/4 ഇഞ്ച് വിട്ടിട്ട് തയ്ച്ചെടുക്കുക. ഇനി എക്സ്ട്രാ വരുന്നത് കട്ട് ചെയ്തെടുക്കണം. നെക്കിൻ്റെതും കൈക്കുഴിയുടെ ഒക്കെ ആ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് എക്സ്ട്രാ ഉള്ളതൊക്കെ കട്ട് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നെക്കിനും കൈക്കുഴിക്കൊക്കെ ഒന്ന് കട്ടിങ് കൊടുക്കുക കേട്ടോ. മറിച്ചിട്ട് എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിനെ നമുക്കൊന്ന് മറിച്ചിട്ട് വയ്ക്കാം. ഇനി ബാക്ക് പീസ് ഒന്ന് തയ്ച്ചെടുക്കണം. ബാക്ക് പീസിൻ്റെ നല്ല വശത്തേക്ക് ലൈനിങ് പീസിൻ്റെ നല്ല വശം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് 1/4 ഇഞ്ച് വിട്ടിട്ട് തയ്ച്ച് കൊടുക്കണം. കൈക്കുഴിയും തയ്ക്കുക, നെക്കും തയ്ക്കുക. ഇനി ഞാനിതിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ, സിബ്ബ് വയ്ക്കാൻ വേണ്ടിയിട്ട്. സിബ്ബ് വേണ്ടാന്നുള്ളവർക്കാണെങ്കിൽ നെക്കിൻ്റെ ഇറക്കം കുറച്ച് കൂടുതൽ എടുക്കുകയാണെങ്കിൽ സിബ്ബ് വെച്ച് കൊടുക്കേണ്ട. അപ്പോൾ ഈ ഒരു നമ്മൾ മാർക്ക് ചെയ്തതിൽ സിബ്ബ് വെച്ചില്ലെങ്കിൽ തല കയറാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട് പീസ് ഇതുപോലെ ബാക്ക് പീസിൻ്റെ സൈഡിലേക്ക് നല്ല വശത്തേക്ക് നല്ല വശം വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ സൈഡിലേക്ക് ലൈനിങ് വെച്ചിട്ട് 1/2 ഇഞ്ച് വിട്ടിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക. മറ്റേ സൈഡിലെ ഷോൾഡറും അതേപോലെ തന്നെ വേണം ജോയിൻ ചെയ്ത് എടുക്കാനായിട്ട്. ഷോൾഡർ രണ്ടും ഞാനിപ്പോൾ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം സിബ്ബ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് അവിടെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു 4 ഇഞ്ച് വീതിയിലുള്ള ഒരു പീസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക. നീളം 10.5 ഇഞ്ചാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു പീസിൻ്റെ സൈഡ് ഏറ്റവും ചെറുതായിട്ട് മടക്കിയിട്ട് തയ്ച്ചെടുക്കണം രണ്ട് സൈഡ്. ഇനി നമുക്ക് ഈ ഒരു പീസ് സെൻറ്റർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. മുഴുവനായിട്ടും കട്ട് ചെയ്യേണ്ട, ഒരു 2 ഇഞ്ച് കട്ട് ചെയ്യാണ്ട് വിടുക. എന്നിട്ട് ഈ ഒരു ഫ്രോക്കിൻ്റെ കട്ട് ചെയ്ത ഭാഗത്തേക്ക് ഈ ഒരു ഭാഗം ഇതുപോലെ വയ്ക്കുക. മുകളിൽ എക്സ്ട്രാ 1 ഇഞ്ച് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. മടക്കിയിട്ട് നമ്മളിതുപോലെ വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് തയ്ച്ച് കൊടുക്കണം. ഇനി ഇതിനെ ഉള്ളിലേക്ക് ഇതുപോലെ മടക്കിയിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ.
അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ 1/4 ഇഞ്ച് വിട്ടിട്ടാണ് തയ്ച്ച് കൊടുക്കുന്നത്. ഇതേപോലെ തന്നെ ഈ സെയിം രീതിയിൽ മറ്റേ സൈഡും കൂടെ തയ്ക്കുക. എന്നിട്ട് നമുക്ക് നെക്ക് ഒന്ന് തയ്ച്ചെടുക്കാം കേട്ടോ. നെക്ക് ഞാനിപ്പോൾ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ടാണ് തയ്ച്ച് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ നെക്കിന് ലേസോ കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. കൈക്കുഴിയും അതേപോലെ തന്നെ തയ്ച്ചെടുക്കുക 1/4 ഇഞ്ച് വിട്ടിട്ട്. ഇനി നമുക്ക് ബാക്ക് സൈഡിലേക്ക് സിപ്പ് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ നൈറ്റിക്കൊക്കെ വെക്കുന്ന ചെറിയൊരു സിപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. ഈ ഒരു സൈഡ് ഇതുപോലെ താഴെ വരെ തയ്ക്കുക. അതേപോലെ തന്നെ മറ്റേ സൈഡും ഒന്ന് തയ്ക്കുക കേട്ടോ. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് തയ്ച്ച് കൊടുക്കുക. സിബ് അറ്റാച്ച് ചെയ്തതിന് ശേഷം എക്സ്ട്രാ താഴെ വരുന്ന പീസുകളും സിബിൻ്റെ പീസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുക. ഇനി നമുക്ക് വള്ളിക്ക് വേണ്ടിയിട്ടുള്ളതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ മടക്കിയിട്ട് ഒരു നേരത്തെ ഒരു വള്ളിയാണ് കേട്ടോ ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ബോഡി പാർട്ട് എടുക്കാം. ബോഡി പാർട്ട് ഇതുപോലെ നല്ല വശവും വെച്ചിട്ട് നമുക്ക് സൈഡ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് എടുത്തിട്ടുള്ളത് അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് എടുക്കുക. ഇനി നമുക്ക് എക്സ്ട്രാ വരുന്നത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിപ്പോൾ ഇതിന് വള്ളി വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ നോർമലി സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെയാണ് വള്ളി വെച്ച് കൊടുക്കാറുള്ളത്. ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് കേട്ടോ വയ്ക്കുന്നത്. സിബിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും 4 ഇഞ്ച് വീതം മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ജസ്റ്റ് വള്ളി ഒരു സൈഡ് ഇതുപോലെ ഒന്ന് മടക്കിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് രീതിയിലാണ് വെച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് 1 ഇഞ്ച് മുകളിലേക്കായിട്ട് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ തന്നെ മറ്റേ സൈഡും വള്ളി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അതായത് 2 സൈഡും ഞാനിപ്പോൾ വള്ളി സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള തുണി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആദ്യം ഈ ഒരു സ്ക്വയറായിട്ട് നമ്മൾ കട്ട് ചെയ്ത പീസിൻ്റെ സൈഡ് 1/4 ഇഞ്ച് പ്ലസ് 1/4 ഇഞ്ച് മടക്കിയിട്ട് തയ്ച്ചെടുക്കണം കേട്ടോ 4 സൈഡും. ഇനി നമ്മൾ അംബ്രല്ല മോഡലിൽ കട്ട് ചെയ്തിട്ടുള്ള പീസിൻ്റെ സൈഡ് ഇതുപോലെ മടക്കിയിട്ട് എത്ര ചെറുതായിട്ട് നമുക്ക് മടക്കിയിട്ട് തയ്ക്കാൻ പറ്റുന്നോ അത്രയും ചെറുതായിട്ട് മടക്കിയിട്ട് തയ്ച്ചെടുക്കുക. പിന്നെ നമുക്ക് ഓവർലോക്കൊക്കെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഓവർലോക്ക് ചെയ്തെടുത്താൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാൻ ഇതുപോലെ ഫുള്ള് റൗണ്ടായിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറക്റ്റ് ഇതുപോലെ മറ്റൊരു പീസ് നമ്മൾ ആദ്യം തയ്ച്ച പീസ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് അര 1 2ൻ്റെയും ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി ബോഡി പാർട്ട് നമുക്ക് സ്കേർട്ട് പാർട്ടിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നല്ല വശത്തേക്ക് നല്ല വശം വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്തിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. 1/2 ഇഞ്ച് വിട്ടിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഫുള്ളായിട്ട് തയ്ച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. വെറൈറ്റി ഒരു മോഡലാണ്, കാണാൻ നല്ല ഭംഗിയാണ്. ഇതുപോലുള്ളൊരു ഫ്ലവറും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മക്കൾക്ക് ഇട്ടിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണേ. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. അപ്പോൾ ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.